യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പിന്നൊരു കാര്യം, ഇനി മോള് തിരിഞ്ഞും പിരിഞ്ഞൊന്നും നോക്കണ്ട. അഭി വന്നാൽ ഉടൻ തന്നെ അവന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോണം. അത് ഞാൻ ഏറ്റു ആന്റി. ഞാനൊരവസരം നോക്കിയിരിക്കായിരുന്നു. ഭാമ ഇവിടെ ഇല്ലാത്ത ഒരു കുറവും അവന് തോന്നരുത്. ശരിക്കും പറഞ്ഞ ഭാമ അവന് ഇതോടെ വെറുക്കണം. ആന്റി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരെയും പേടിക്കില്ല. ഭാമയോട് എനിക്കും ചില കണക്കുകൾ തീർക്കാനുണ്ട്. ആ ഭാവനയുടെ അഹങ്കാരം ഇതോടെ തീരണം. അവൾ എന്നെ കുറിച്ച് എന്താ കരുതിയത്? ഞാനൊരു വിഡ്ഢിയാണെന്നോ? അതേടി, ഞാൻ വിഡ്ഢി തന്നെയാ. പക്ഷെ നീ കണ്ടോ, നിന്റെ അനിയത്തി തന്തയില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് ഊര് തണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അച്ഛനോട് ഞാൻ വരാൻ പറയട്ടെ ആന്റി. ഇന്നലെ അച്ഛൻ വിളിച്ച് ഒരുപാട് സങ്കടം പറഞ്ഞു. അത് പിന്നെ സങ്കടം കാണാതിരിക്കുമോ മോളെ? ആണും പെണ്ണുമായിട്ട് നീ ഒരാളല്ലേ ഏട്ടനുള്ളൂ. അതിന്റെ വിഷമവും സങ്കടവും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഹാ, എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാക്കാനുള്ള സമയമായി മോളെ. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ ആന്റി തന്നെ അച്ഛനെ വിളിച്ചാ മതി. ആന്റിക്കാകുമ്പോ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാലോ. ഞാൻ വിളിച്ചോളാം മോളെ, നീ ധൈര്യമായിട്ടിരിക്കേ. ദേ, ഇനി നീ തന്നെയാ ഈ വീട്ടിലെ എന്റെ മരുമോള്. ഒരു കാരണവശാലും അരുന്ധതിക്കോ പ്രതാപേട്ടനോ ഒരു സംശയവും കൊടുക്കരുത്. രണ്ടുപേരും ഭാവനയുടെ ആൾക്കാരാ. ഞാൻ പറയുന്നതിനേക്കാളും ഭാവന പറയുന്നത് അപ്പാടെ അംഗീകരിക്കുന്ന ടീമാ. അങ്കിളിന് എന്നോടല്ലെങ്കിലും ദേഷ്യം തന്നെയാ. ശരിക്കും ഒന്നും മിണ്ടാറ് പോലുമില്ല. ഞാനെല്ലാം കാണുന്നുണ്ട് മോളെ. എല്ലാത്തിനും ചേർത്ത് നമുക്ക് ഉടനെ തന്നെ ഒരു അഴിച്ചുപണി നടത്താം. മോള് ധൈര്യമായിട്ടിരിക്കേ. ദേ, ഞാൻ ഇപ്പൊ തന്നെ ഏട്ടനെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ.